ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികളായി ജയിലിൽ കഴിയുന്ന കേരളം കണ്ട കൊടും ക്രിമിനലുകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന കൊടിസുനി, കിർമാണി മനോജ്, അണ്ണൻ സജിത്ത്, രജീഷ്, മുഹമ്മദ് ഷാഫി തുടങ്ങിയ പ്രതികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവർക്ക് അനധികൃതമായി പരോൾ നൽകാനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കേരളം CPM ഭരിക്കുമ്പോൾ CPM-ന് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മുൻ CPM നേതാവ് RMP എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചതിന്റെ പേരിൽ കോഴിക്കോട് വടകരയ്ക്കടുത്തുള്ള വള്ളിക്കാട് ടൗണിൽ വെച്ച് കൊടിസുനിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിൽ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. അന്ന് കേരളം ഭരിച്ച കോൺഗ്രസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായി കൊടിസുനിയും, കിർമാണി മനോജും, TK രജീഷും, അണ്ണൻ സജിത്തും, മുഹമ്മദ് ഷാഫിയും ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകളെ മുടക്കോടി മലയിൽ നിന്ന് CPM-ന്റെ പാർട്ടി ഗ്രാമമായ CPM-ന്റെ അധീനതയിലുള്ള കണ്ണൂർ ജില്ലയിലെ മുടക്കോടി മലയിൽ നിന്ന് ഏറെ സാഹസപ്പെട്ട് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിടികൂടുകയും ഇവരെ ജയിലിൽ അടക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് വഴിവിട്ട സഹായം ജയിലിൽ നിന്നും ലഭിക്കുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്.